കടബാധ്യത ഉണ്ടാവാൻ കാരണമായ ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരുപാട് ആൾക്കാർ നമ്മളെ കൺസൾട്ടിങ്ങിന് വിളിക്കുന്നത്, ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് സാറേ കടമാണെന്നാണ് പലരും പറയുന്നത്. അത് എങ്ങനെ വരാം എന്നുള്ളതിൻ്റെ ചില കാരണങ്ങളാണ് ഇന്ന് പറയുന്നത്. ഒന്ന്, നിങ്ങളുടെ വീടിൻ്റെ പുറത്ത്, വീടിൻ്റെ വെളിയിൽ തെക്ക് കിഴക്ക്, അതായത് അഗ്നികോണിൽ സൗത്ത് ഈസ്റ്റ് കോർണറിൽ നിങ്ങൾക്കൊരു സെപ്റ്റിക് ടാങ്ക് ഉണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി ഉണ്ടെന്ന് കരുതുക, അതല്ലെങ്കിൽ ഒരു കിണറുണ്ടെന്ന് കരുതുക. ഈ വീട്ടിൽ കടബാധ്യതയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത്, നിങ്ങളുടെ വീടിന് പുറത്ത് സൗത്ത് ഈസ്റ്റിൽ ഒരു ടോയ്ലറ്റ് ഉണ്ടെന്ന് കരുതുക. ഇതും കടബാധ്യതയ്ക്ക് കാരണമാണ്. ഇതേ ടോയ്ലറ്റ് നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്കിൽ വന്നാലും കാരണമാണ്. ഇപ്പൊ തെക്ക് കിഴക്കിൽ ടോയ്ലറ്റ് ഉണ്ടോ എന്ന് ഇപ്പോൾ ഒരു ആൾ വിളിച്ചിട്ട് പറയുന്നു, സാറേ എനിക്ക് കടബാധ്യതയാണെന്ന് പറയുമ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്ക് ടോയ്ലറ്റ് ഉണ്ടോ എന്ന്. തെക്ക് കിഴക്ക് ടോയ്ലറ്റ് ഇല്ല, അവിടുന്ന് ഒരു 5 അടി മാറിയാണ് ടോയ്ലറ്റ് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഈ വീടിന്റെ 9 ഭാഗമാണ്. അതായത് ഇതാണ് പലരും തെക്ക് കിഴക്കെന്ന് പറയുന്ന ആ മൂല, ഇവിടെ വന്നാൽ മാത്രമേ പ്രശ്നമുള്ളതാണ് പലരുടെയും ധാരണ. ആ ധാരണ തെറ്റാണ്. നിങ്ങളുടെ വീടിനെ ഇതുപോലെ കറക്റ്റ് 9 ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ തെക്ക് കിഴക്കെന്ന് പറയുന്ന 45 ഡിഗ്രിക്കകത്ത് എവിടെ ടോയ്ലറ്റ് വന്നാലും ഇത് നിങ്ങളെ സാമ്പത്തിക പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ വീട് വെച്ചപ്പോൾ വീടിന്റെ കന്നിമൂലയിലാണ് നിങ്ങളുടെ സിറ്റ് ഔട്ട് എന്ന് കരുതുക. കന്നിമൂലയിൽ സിറ്റ് ഔട്ട്, അല്ലെങ്കിൽ കന്നിമൂല എന്ന് പറയുന്ന 45 ഡിഗ്രിക്കകത്താണ് നിങ്ങളുടെ കാർ പോർച്ച്. അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രധാന ഡോറ് നിൽക്കുന്നത് ഈ കന്നിമൂലയിലാണ് എന്ന് കരുതുക. ഇതല്ല നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ കൈവിട്ട് പോവുകയും നിങ്ങളെ വലിയ കടബാധ്യതയിലേക്ക് കൊണ്ടുപോവുകയും ഇത് മൂലം സംഭവിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ വലിയ സാമ്പത്തിക പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇതിന് റെമഡിയിലേക്ക് പോകാതെ നല്ലൊരു ഫെങ്ഷി കൺസൾട്ടിനെ കാണിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷിയിലൂടെ സാധിക്കുന്നതാണ്. ഫെങ്ഷിയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ഫെങ്ഷിയിൽ ഓരോ ചിത്രങ്ങളും രൂപങ്ങളും ഒക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നേടിത്തരും. ഇപ്പം നമുക്ക് ഒരു വെൽത്ത് ഷിപ്പ് എടുക്കാം, ഡ്രാഗൺ ബോട്ട്. ഇത് ഡ്രാഗന്റെ ഹെഡും ഒരു ഡ്രാഗന്റെ ഷേപ്പിലുള്ള ഒരു ബോട്ടുമാണ്. ഇതൊരു വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടൂളാണ്. ഇത് നമുക്ക് എവിടെ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്നത് പോലെ ഈ ഒരു വെൽത്ത് ഷിപ്പ് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അടുത്തത്, ഇതൊരു പഗോഡ ടവറാണ്, എഡ്യൂക്കേഷൻ ടവർ എന്ന് പറയും. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ, കുട്ടി ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല, പഠിക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ ആ പഠിക്കുന്ന ഇതിൻ്റെ ഇരട്ടി റിസൾട്ട് കിട്ടും. കാരണം എന്ന് പറയുമ്പോൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ കുട്ടിയുടെ വാസ്തുവും കൂടെ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ റിസൾട്ട് കൊണ്ട് തരാനായിട്ട് എഡ്യൂക്കേഷൻ ടവറിന് സാധിക്കും. അതുപോലെ തന്നെ ഈ കുട്ടി പഠിക്കേണ്ടതായിട്ടുള്ള, നോക്കിയിരിക്കേണ്ടതായിട്ടുള്ള ചില ദിക്കുകളുണ്ട്. അത് മറ്റ് പ്രോഗ്രാമുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡയറക്ഷനിലോട്ട് നോക്കി ഇരുന്നിട്ട് വേണം ഈ കുട്ടി പഠിക്കുകയും കൂടെ ചെയ്യേണ്ടത്. അടുത്തത്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പേരും പ്രസിദ്ധിയും. അപ്പോൾ അതിന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇതാണ് ഒരു വിക്ടറി ഹോഴ്സ്. 2 കാലുകൾ ഉയർത്തി വിജയിച്ച് നിൽക്കുന്ന ഒരു കുതിര. ഇത് നമുക്ക് എവിടെ വയ്ക്കാം? ഇത് നമ്മുടെ സ്വീകരണ മുറിയുടെ സൗത്തിൽ വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.